ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ DNA മൂവി റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഡയറക്ടർ സുരേഷ് ബാബു, റൈറ്റർ സന്തോഷ്. നല്ല BGMഉം കാര്യങ്ങളുള്ള ഒരു അടിപൊളി ഇൻവെസ്റ്റിഗേറ്റിംഗ് ത്രില്ലർ മൂവി തന്നെയാണ് DNA. എനിക്കൊരു ആവറേജ് മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ബട്ട് ക്യാമറ ആംഗിൾസൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നല്ല ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ അടിപൊളി ഒരു സിനിമ തന്നെയാണ്. എന്നാലും നമ്മൾ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് റിയാസ് ഖാൻ ഇരട്ടത്ത് വന്നിട്ട് കൊന്നിട്ട് പോകുന്ന ഒരു സീനുണ്ട്. അതാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് അടിച്ചത്. സോ ഞാനൊരു അടിച്ചു കയറുക എന്നുള്ള ഡയലോഗൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. സോ അതൊന്നും നടന്നില്ല. അതുപോലെ തന്നെ തുടക്കത്തിൽ എനിക്ക് കുറച്ചൊരു ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിരുന്നു. സോ എനിക്ക് പടം ഓണാകുന്നു എന്ന് തോന്നിയത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് ആക്ടേഴ്സ് മുഖം കാണിച്ചിരുന്നൊരു സിനിമ തന്നെയാണ് DNA. അതുപോലെ തന്നെ ഇതിൽ അധികം നൈറ്റ് സീൻസ് ആണുള്ളത്. വേറൊരു കാര്യം എന്താ പറയുന്നത് വെച്ചാൽ ഇതിൽ ഇഷ്ടം പോലെ നടിമാരും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡാൻസ് സീക്വൻസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഒരു ഗോളം മൂവി ടച്ച് കിട്ടുന്ന ഒരു സിനിമ തന്നെയാണ് DNA. ലക്ഷ്മിയാണ് പടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് പടം അത്രത്തോളം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ബട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു ആവറേജ് മൂവി ആയിട്ട് തന്നെയാണ്. സോ ബട്ട് ആക്ടിംഗ് ഒക്കെ എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ എല്ലാവരും പോയിട്ട് മസ്റ്റ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക. സോ മൂവി റിവ്യൂ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഇതെൻ്റെ ചാനലിലെ 7ാമത്തെ വീഡിയോ ആണ്.